കാണെ അങ്ങനെ തദ്ദേശപ്പോരിന്റെ കളം മുറുകുകയാണ്. തികച്ചും അപ്രതീക്ഷിതവും അതിസാഹസികവും നാടകീയവുമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് ഓരോ ദിവസവും നടക്കുന്നത്. കളം പിടിക്കാൻ സർവ്വ ആയുധങ്ങളും എടുത്ത് കളത്തിലിറങ്ങിയിരിക്കുകയാണ് മുന്നണികൾ. അതിനിടെ വിമതരുടെ രംഗപ്രവേശം, മുന്നണി ബന്ധം മറന്നുള്ള പോര്, മറുകണ്ഠം ചാട്ടം, കൂടുവിട്ട് കൂടുമാറ്റം, ഇതൊക്കെ ഇങ്ങനെ കൊഴുക്കുകയാണ്. മണ്ണാർക്കാട് PK ശശി വിഭാഗം CPIMനെ വെല്ലുവിളിക്കുമ്പോൾ സീറ്റിനായി DCC ഓഫീസിൽ വരെ തമ്മിലടി നടക്കുന്ന നിലയിലാണ് കോൺഗ്രസ് ഉള്ളത്. പത്രികാ സമർപ്പണം നാളെ അവസാനിക്കാനിരിക്കെ BJP BDS സീറ്റ് തർക്കം NDAയിൽ കീറാമുട്ടിയായി തുടരുകയും ചെയ്യുന്നു. എന്താണിപ്പോൾ തദ്ദേശക്കളത്തിലെ കാലാവസ്ഥ? UDFൽ തെക്കൻ ജില്ലകളിൽ മുസ്ലിം ലീഗിനെ ഒതുക്കി കോൺഗ്രസ് എന്നുള്ള ചർച്ച സജീവമാണ്. ജില്ലാ പഞ്ചായത്തിലേക്ക് സീറ്റില്ല, അതുകൊണ്ട് അതൃപ്തി ലീഗ് അറിയിച്ചിട്ടുണ്ട്. അർഹതപ്പെട്ടത് ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നാണ് നേതാക്കൾ പറയുന്നത്. കൊല്ലം, അഞ്ചൽ, പത്തനംതിട്ടയിലെ ചിറ്റാർ, ഇടുക്കിയിലെ അടിമാലി, കോട്ടയത്തെ മുണ്ടക്കയം, ആലപ്പുഴയിലെ അമ്പലപ്പുഴ എന്നിവയാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ട സീറ്റുകൾ. അതേസമയം ഇടതുപക്ഷത്തിന് ഏറ്റവും വലിയ തലവേദന ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മണ്ണാർക്കാടാണ്. മണ്ണാർക്കാട് മേഖലയിൽ CPIMനെ വെല്ലുവിളിക്കുകയാണ് PK ശശി വിഭാഗം. നഗരസഭയിലെ 10 വാർഡുകളിൽ മത്സരിക്കാൻ ജനകീയ മതേതര മുന്നണിയാണ് പത്രിക നൽകിയിരിക്കുന്നത്. കാഞ്ഞിരപ്പുഴ, കോട്ടോപ്പാടം പഞ്ചായത്തുകളിലും PK ശശി വിഭാഗം മത്സരിക്കും. കോട്ടോപ്പാടത്ത് UDF പിന്തുണയിൽ മത്സരിക്കുന്നത് ജനകീയ മതേതര മുന്നണിയുടെ 5 പേരാണ്. CPIM നേതൃത്വത്തിന്റെ നിലപാടുകളോടുള്ള പ്രതിഷേധമാണ് മത്സരിക്കാൻ കാരണമെന്നാണ് വിമതർ പറയുന്നത്. PK ശശിയെ മാറ്റി നിർത്തിയതിലെ അമർഷം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. പയ്യന്നൂരിൽ LDF സ്ഥാനാർത്ഥിക്കെതിരെ പത്രിക നൽകി CPIM ബ്രാഞ്ച് സെക്രട്ടറി KK ശൈലജയ്ക്കെതിരെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ടയാൾ UDFന്റെ സ്ഥാനാർത്ഥിയായി എത്തിയിട്ടുണ്ട് എന്നുള്ള കൗതുകമുണ്ട്. TH അസ്ലം വീണ്ടും UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ന്യൂമാഹി പെരിങ്ങാടിയിലാണ്. വയനാട്ടിൽ സീറ്റ് നിർണയത്തിനെതിരെ കോൺഗ്രസ് നേതാവ് ഗോകുൽദാസ് രംഗത്തെത്തി. പാലക്കാട് ചിറ്റലഞ്ചേരിയിൽ CPIM സ്ഥാനാർത്ഥിക്കെതിരെ CPI ലോക്കൽ സെക്രട്ടറി മത്സരരംഗത്തെത്തി. എറണാകുളം ഉദയംപേരൂരിൽ BJP ബന്ധം ആരോപിച്ച് കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് രാജിവെച്ചു. ഇടുക്കി അടിമാലിയിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ സേവ് കോൺഗ്രസ് എന്ന പേരിൽ വ്യാപകമായി പോസ്റ്റർ ഇറങ്ങി. അടിമാലി ഡിവിഷൻ സീറ്റ് പേയ്മെന്റ് സീറ്റാക്കി മറ്റൊരാൾക്ക് വിറ്റു എന്നാണ് ആരോപണം. അതേസമയം ഇരു മുന്നണികളും അവഗണിച്ചു എന്നുള്ള ആരോപണവുമായി പെന്തക്കോസ്ത് സഭകൾ രംഗത്തെത്തിയിട്ടുണ്ട്. തിരിച്ചടി നൽകുമെന്നുള്ള മുന്നറിയിപ്പ് അവർ പറയുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ കോൺഗ്രസിനെതിരെ പെന്തക്കോസ്ത് വിഭാഗങ്ങൾ വിധിയെഴുതുമെന്നാണ് അവർ പറയുന്നത്. പെന്തക്കോസ്ത് നേതാക്കളെ കോൺഗ്രസ് വെട്ടിനിരത്തി എന്നാണ് യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ കൗൺസിൽ പറയുന്നത്. നിരവധി ജില്ലകളിൽ നിർണായക സ്വാധീനമുണ്ടെന്നും വോട്ടിലൂടെ പ്രതികരിക്കും എന്നുമാണ് അവരുടെ മുന്നറിയിപ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇതുവരെ എത്തിയത് 5 മുൻ MLA-മാരാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ കവടിയാർ ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയായി KS ശബരിനാഥൻ, ആറന്മുളയിൽ മുൻ MLA KC രാജഗോപാൽ, മെഴുവേലി പഞ്ചായത്തിൽ LDF സ്ഥാനാർത്ഥിയായി വരുന്നു. മുൻ MLA അനിൽ അക്കര അടാട്ട് പഞ്ചായത്തിൽ UDFന്റെ സ്ഥാനാർത്ഥിയാണ്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് ചടയമംഗലം ഡിവിഷനിൽ R ലതാദേവി മത്സരിക്കുന്നു. ഭക്ഷ്യമന്ത്രി GR അനിലിൻ്റെ ഭാര്യയും ചടയമംഗലം മുൻ MLA-യുമാണ് ലതാദേവി. ഇതാണ് ഈ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്നുള്ള വാർത്തകൾ. ഒപ്പം സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് DCC നേതാക്കന്മാർ തമ്മിലടിച്ചു. DCC വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കനും കോൺഗ്രസിന്റെ കർഷക സംഘടന DKTF ജില്ലാ പ്രസിഡന്റ് വാസുദേവനുമാണ് ഏറ്റുമുട്ടിയത്. ആ ദൃശ്യങ്ങൾ കൂടി കണ്ടിട്ട് നമുക്ക് ചർച്ചയിലേക്ക് വരാം. പക്ഷേ ഈ പ്രാദേശിക നേതാക്കൾക്ക് ഏറ്റവും കൂടുതൽ പങ്കാളിത്തം ലഭിക്കുന്നത് സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ്. അവരുടെ ഒരു പ്രാതിനിധ്യം അവർക്ക് ഈ കഷ്ടപ്പെടുന്നതിനുള്ള ഒരു പ്രാതിനിധ്യം ഉറപ്പാക്കൽ നടക്കുന്നത് ആ തെരഞ്ഞെടുപ്പിലാണ്. പക്ഷേ അത് പലപ്പോഴും ഇങ്ങനെ കയ്യാങ്കളിയിൽ അവസാനിക്കാറുമുണ്ട്. അതുകൊണ്ട് അത്ര ഗൗരവത്തിലെടുക്കേണ്ടതൊന്നുമില്ല. എങ്കിൽ പോലും പൊതുവെ ഈ തെരഞ്ഞെടുപ്പ് വേദിയിലെ തെരഞ്ഞെടുപ്പ് രംഗത്തെ നോക്കുമ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇപ്പോൾ നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഇടി കിട്ടിയ ആൾ ഗൗരവത്തിലെടുക്കേണ്ടത്. നല്ല ഇടിയാണ് കിട്ടിയത്. ഇന്നത്തെ മെൻ ഓഫ് ദ മാച്ച് ഇവർ രണ്ടുപേരും കൊണ്ടുപോയി. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കളം നന്നായിട്ട് മുറുകി എന്ന് വെച്ചാൽ ഹർഷൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇത് നിയമസഭാ ഇലക്ഷനേക്കാൾ താഴെ തട്ടുന്ന മുകളിലേക്ക് ചൂടായി വരുന്നതുകൊണ്ട് വലിയ തോതിൽ ഇളകി. BJP, കോൺഗ്രസ്, CPM, LDF, UDF, NDA, പെന്തക്കോസ്ത് സഭ വരെ ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവരവരുടെ നിലപാടുകളും മറ്റുമായിട്ട് വന്നു. ഇതിനകത്ത് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് എൻ്റെ കൗതുകത്തിന് തോന്നിയത് അനിലക്കര അവിടെ മത്സരിക്കുന്നതാണ്. അനിലക്കര
ഞാൻ ഇനി തെരഞ്ഞെടുപ്പ് രംഗത്തേക്കില്ല എന്ന് കഴിഞ്ഞ തവണയോ മറ്റോ പ്രഖ്യാപിച്ചായിട്ട് സോഷ്യൽ മീഡിയയിൽ അവിടെ പറഞ്ഞു. എന്റെ പഞ്ചായത്ത് പോലും എന്നെ തോപ്പിച്ചു, അതുകൊണ്ട് ഞാൻ ഇനി മത്സരിക്കാനില്ല എന്ന് പറഞ്ഞതാണ്. അങ്ങനെ പഞ്ചായത്തിലേക്ക് പഞ്ചായത്തിലേക്ക്, അതായത് അദ്ദേഹം അത് ഏറ്റവും താഴെ തട്ടിൽ പോയി തെളിയിക്കാൻ വേണ്ടി പോവുകയാണ്. അതായത് എൻ്റെ പഞ്ചായത്ത് പോലും എന്നെ കൈവിട്ടു കഴിഞ്ഞ തവണ അദ്ദേഹത്തിനെതിരെ. അതുകൊണ്ട് പഞ്ചായത്തിൽ പോയിട്ട് പഞ്ചായത്തിൽ എനിക്ക് ജനസ്വാധീനം ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ MLA-മാർ 5 പേര് മത്സരിക്കുന്നുണ്ട്. പലരും പല സ്ഥലങ്ങളിലേക്കാണ്, പല കാരണങ്ങളാണ് മത്സരിക്കുന്നത്. അനിലക്കര മത്സരിക്കരുതായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം അവിടെയൊക്കെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ വന്നിട്ട്, അദ്ദേഹം 2003 തൊട്ട് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു അവിടെ. 2003 അദ്ദേഹത്തിൻ്റെ ആദ്യകാലങ്ങളിൽ, രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ. ഇപ്പോൾ വന്നിട്ട് വീണ്ടും അവിടെ മത്സരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരാളുടെ ഒരു പുതിയ ആളുടെ അവസരം അവിടെ അദ്ദേഹത്തെ പോലെ ഒരു സംസ്ഥാന തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നേതാവിനകൾ തടയപ്പെട്ടു എന്നൊരു സംഗതി അവിടെയുണ്ട്. ഇടതുപക്ഷക്കാർ സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതുന്ന കണ്ടത് ഉറപ്പായിട്ടും സീറ്റ് കിട്ടുകയില്ല MLA ആയിട്ട്, നിയമസഭയിൽ മത്സരിക്കാനും പറ്റില്ല, മത്സരിച്ചാൽ തോൽക്കുകയും ചെയ്യും എന്നതുകൊണ്ട് നല്ല രാഷ്ട്രീയ തന്ത്രജ്ഞനായിട്ടുള്ള അനിലക്കര പോയിട്ട് പഞ്ചായത്ത് പിടിച്ചാണ്. അടുത്ത തവണയും LDF-കാരാണ് ഈ പരിഹസിക്കുന്നത്. അടുത്ത തവണയും പിണറായിയുടെ ഇടതുപക്ഷത്തിൻ്റെ സർക്കാർ വരും. അപ്പോൾ എന്തായാലും സർക്കാർ ഉണ്ടാകാൻ പോകുന്നില്ല, MLA സീറ്റൊട്ട് കിട്ടാനും പോകുന്നില്ല, സീറ്റ് കിട്ടിയാലും അവിടെ തോൽക്കാനും ആണ് പോകുന്നത് എന്നതുകൊണ്ട് അനിലക്കര പോയിട്ട് സേഫായിട്ട് പഞ്ചായത്തിൽ പോയി മത്സരിക്കുന്നതാണ്. പക്ഷേ സേഫാണോ എന്ന് കണ്ടിരിക്കണം. ഈ നമ്മളിപ്പോൾ പറഞ്ഞ അവസരങ്ങൾ ബുദ്ധിമുട്ടിലായ ആളുകൾ വീണ്ടും പാരവെക്കുമെന്ന സംശയമുണ്ടെന്നൊക്കെ ഈ ഇടതുപക്ഷക്കാർ പരിഹസിക്കുന്നു. അത് ഇടതുപക്ഷക്കാരുടെ പരിഹാസമായിട്ട് തള്ളിക്കളയാം. അദ്ദേഹം പ്രധാനപ്പെട്ട നേതാവാണുള്ള പഞ്ചായത്തിലേക്ക് അദ്ദേഹത്തിനല്ല, അദ്ദേഹം താഴെ തട്ടുന്ന വന്ന ഒരു നേതാവാണ്. അപ്പോൾ അതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് തോന്നിയത്. പിന്നെ ഈ തവണത്തെ സവിശേഷത എല്ലാ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകാറുണ്ടെങ്കിൽ ഇത്തവണ കൂടുതലായിട്ട് ഇടതുപക്ഷത്തിനകത്തും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. പ്രത്യേകിച്ചും പയ്യന്നൂരൊക്കെ ആളുകൾ മത്സരിക്കുന്നു. പയ്യന്നൂരൊക്കെ ആ ഏരിയയൊക്കെ CPM-ൻ്റെ പ്രധാനപ്പെട്ട സ്ഥലമാണെന്ന് തോന്നുന്നു. അവിടെ ഒരാൾ വന്നിട്ടൊക്കെ മത്സരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് നാട്ടുകാർ പറഞ്ഞിട്ടാണ് ഞാൻ മത്സരിക്കുന്നത് എന്നാണ്. അതായത് നാട്ടുകാർ ആർക്കൊപ്പമാണ്, യഥാർത്ഥ CPM ആരാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മനസ്സിലാക്കാനാകും എന്ന മട്ടിലാണ് പറയുന്നത്. PK ശശി തീർത്തും ദുർബലനാണ്, PK ശശിക്ക് മേൽ പാലക്കാട് പാർട്ടി ആധിപത്യം നേടിക്കഴിഞ്ഞു എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ അതിൽ അന്തിമമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടതുള്ളൂ എന്ന് ഒരു നിലപാടെടുക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ആളുകളായിട്ട് അവിടെ മത്സരിക്കണം. അദ്ദേഹം അത് പറയുന്നില്ല. ഇപ്പോഴും PK ശശി പാർട്ടിക്ക് CPM-ന് പുറത്തേക്ക് പോയിട്ടില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ലോക്കൽ ബോഡി ഇലക്ഷൻ പാലക്കാട്ടെ ആ ഭാഗത്തെ രാഷ്ട്രീയ കാര്യങ്ങളെ കൂടെ നിർണ്ണയിക്കും. ഇപ്പോൾ PK ശശി ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കരുത്ത് തെളിയിച്ചാൽ, എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഈ സ്ഥാനാർത്ഥികൾ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് അത്യാവശ്യം തരക്കേടില്ലാതെ പെർഫോം ചെയ്താൽ PK ശശിക്ക് അതൊരു ബലമായിരിക്കും. കാരണം ഇപ്പോഴും അദ്ദേഹം പാർട്ടിക്ക് പുറത്തേക്ക് പോയിട്ടില്ലല്ലോ. PK ശശിയാണ് ശരി ഇവരുടെ തർക്കങ്ങളിൽ എന്ന് വിചാരിക്കുന്ന ചില ആളുകൾ കൂടെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുരളി, നമ്മുടെ ഷൊർണൂരിലെ മുരളി പാർട്ടിയോട് ഭയങ്കരമായിട്ട് ഉടക്കിയിട്ട് പോയ ആളല്ലേ, അല്ലേ? എന്നിട്ട് പിന്നീട് പക്ഷേ അദ്ദേഹം തിരിച്ച് ഇതിനകത്തേക്ക് വരികയുണ്ടായി. CPM-ൻ്റെ നേതാവ് തന്നെയാണ് ഇപ്പോഴും എന്നാണ് എൻ്റെ ഓർമ്മ. കുറേ ആയിട്ട് അദ്ദേഹത്തിൻ്റെ പേരൊന്നും കേൾക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും CPM-നകത്ത് പോലും ശക്തി തെളിയിച്ചാൽ ഞാനാണ് യഥാർത്ഥ പാർട്ടി നേതാവ് എന്ന് തെളിയിച്ച് വരാവുന്നൊരു സാഹചര്യമുണ്ട് എന്ന് കണ്ടിട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് പാർട്ടി ചട്ടക്കൂട് എന്നൊക്കെ പറയുന്നതിന് അപ്പുറത്തേക്ക് ഒരു അല്പം അതീതമായിട്ടുള്ള സംഗതികൾ അതിനകത്ത് ഉണ്ടാകുന്നുണ്ട് എന്നൊരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസിൻ്റെ തല്ല് സത്യത്തിൽ ഇതൊക്കെ വളരെ ചെറുതാണ് ഹർഷ. നമ്മളൊക്കെ കുറേ കാലം മുമ്പല്ലേ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കണ്ടതൊക്കെ വളരെ ചെറുതാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ചെറിയ തല്ലുകളേ ഉണ്ടാകുന്നുള്ളൂ. CPM-നകത്ത് നേരത്തെ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല വൈബ്രൻ്റ് ആയിട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ് എന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് ശരിയാണ്. പക്ഷേ അതേസമയം CPM-ൻ്റെ സ്ഥാനാർത്ഥി പട്ടിക, CPM-ൻ്റെ LDF-ൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നവർക്ക് ഇപ്പോൾ നമ്മൾ കോൺഗ്രസ് UDF-ൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ എന്താണ്, ആദ്യം ശബരിനാഥൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ടാണ് പൊതുവെ എല്ലാവരും അതിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ കിട്ടിയത്. പക്ഷേ അതിനുശേഷം ആ ഒരു മൊമെൻറ്റം നിലനിർത്താൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റിയില്ല. അത് കോഴിക്കോട്ടേക്ക് എത്തുമ്പോൾ ആകെ തകർന്ന തവിടുകൂടിയായി. ഈ LDF-ൻ്റെ നോക്കിക്കഴിഞ്ഞാൽ പ്രാദേശികമായി പല സ്ഥലത്തും ഇങ്ങനെ തർക്കങ്ങളൊക്കെ വന്നു പതിവില്ലാതെ എങ്കിലും ധാരാളം ചെറുപ്പക്കാർ മത്സര രംഗത്തുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എല്ലായിടത്തും ധാരാളം ചെറുപ്പക്കാരെ അവതരിപ്പിക്കാൻ, പുതിയ നേതൃത്വത്തെ കൊണ്ടുവരാനൊക്കെ അവർക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് മറ്റ് ചില കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇന്നത്തെ ദിവസം നിന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ മുന്നണി മര്യാദകളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം അത്ര ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, ലീഗിനോട് സ്വീകരിക്കുന്നത്. കാരണം തെക്കൻ കേരളത്തിൽ ഒരു സീറ്റ് പോലും ജില്ലാ പഞ്ചായത്തിലേക്ക് ലീഗിന് കൊടുത്തിട്ടില്ല എന്നുള്ളത്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, വടക്കൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ എല്ലാ നേട്ടങ്ങളും ഏതാണ്ട് ലീഗിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ
സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തെക്കൻ കേരളത്തിലേക്ക് ആ ഒരു പരിഗണന ലീഗിന് കൊടുക്കേണ്ടിയിരുന്നു. ഇപ്പോൾ അവർ പറയുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുണ്ട്, അവിടെയൊക്കെ ലീഗിന് അത്യാവശ്യം സ്വാധീനമുള്ള മേഖലകളൊക്കെ തന്നെയാണ്. ഇപ്പോൾ മുണ്ടക്കയമായാലും അങ്ങനെ ഓരോ പ്രദേശങ്ങളിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് മത്സരിക്കാൻ തക്ക സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. അതിനകത്ത് ഒരു കാര്യമുള്ളത്, ഈ വെൽഫെയർ പാർട്ടിക്ക് ജമാഅത്തെ ഇസ്ലാമി വർഗീയ കക്ഷിയല്ല എന്ന് പോലും പറഞ്ഞിട്ട് അവരെ കൂടെ ചേർത്ത് വെക്കാൻ താല്പര്യം കാണിക്കുന്ന ഒരു മുസ്ലിം ന്യൂനപക്ഷ രാഷ്ട്രീയമൊക്കെ കുറെ കൂടെ പ്രബലമായിട്ട് രാജ്യമാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് ഇങ്ങനെ ചെയ്തിരിക്കുന്നു എന്നൊരു പ്രശ്നമായിരുന്നു. അതെ അതെ, അതിനകത്ത് പലതരത്തിൽ ഇത് കോൺഗ്രസിലൊരു പ്രശ്നമാവാറുണ്ട്. അതായത് നേരത്തെയൊക്കെ ഈ കോൺഗ്രസിനുള്ളിൽ നിൽക്കുന്ന മുസ്ലിം നേതാക്കന്മാർക്ക് സീറ്റ് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു വിമർശനം പലപ്പോഴും മുസ്ലിം സമുദായ നേതൃത്വത്തിനകത്തു നിന്നൊക്കെ ഉയർന്നു വരുന്നത്. കാരണം എല്ലാം മുസ്ലിം ലീഗ് അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് കോൺഗ്രസ്സുകാരായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് അധികം സീറ്റ് മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഒക്കെ കിട്ടുന്നില്ല എന്ന്. ഇവിടേക്ക് വരുമ്പോൾ എന്താ പ്രശ്നം എന്നറിയാമോ? ഇവിടെ പ്രാദേശികമായി കോൺഗ്രസ്സുകാരായ മുസ്ലിം നേതാക്കന്മാർക്കൊക്കെ സീറ്റ് കൊടുത്തിട്ടുണ്ട് കുറേ പേർക്ക്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ആവശ്യമില്ല എന്ന മട്ടിലത് അതിനെ കണക്കൂടുന്നത്. അപ്പോൾ ആ സൗകര്യത്തിനനുസരിച്ച് ഇത് ആ നിലയ്ക്ക് ഇത് കൈകാര്യം ചെയ്യുന്നത് അത്ര സുഖകരമായ കാര്യമല്ല. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. പല ജില്ലകളിലും, ഇപ്പോൾ ഇടുക്കി ജില്ലയിലൊക്കെ ആണെങ്കിലും തൊടുപുഴയിലൊക്കെ നോക്കിയാൽ ഈ ലീഗും കോൺഗ്രസും തമ്മിൽ ഇങ്ങനെ വല്ലാത്ത ഏറ്റുമുട്ടലിൻ്റെ സ്വഭാവത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തർക്കത്തിൻ്റെ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, അല്ലാതെ ഇത് പരിഹരിക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. മറ്റൊന്ന്, എൻ ഡി എയിലേക്ക് പോയാൽ, എൻ ഡി എയിലെ വി ഡി ജയസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഈ നമുക്ക് സങ്കടം തോന്നും ഇപ്പോൾ അതിൻ്റെ അവസ്ഥ കണ്ടാൽ. കാരണം ബി ജെ പിയുടെ ഈ വളരെ പെട്ടെന്നുള്ള ഒരു കുതിപ്പ് കേരളത്തിൽ അവർക്ക് സാധ്യമായിട്ടുണ്ട് എന്ന് പൊതുവേ തോന്നുന്നതിൻ്റെ ഒരു കാരണം എന്താണ്? ബി ഡി ജെ എസിൻ്റെ ഒരു വരവായിരുന്നു 2016. അതിനുശേഷം വളരെ കൃത്യമായ തന്ത്രങ്ങളിലൂടെ ഈ ബി ഡി ജെ എസിൻ്റെ അണികളെ ഏതാണ്ട് ബി ജെ പി ആക്കി മാറ്റിയതോടെ ആ പാർട്ടി എന്ന സംവിധാനത്തിൻ്റെ ഒരു നിലനിൽപ്പില്ലാതെയായി ബി ഡി ജെ എസിന്. ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പോടെ അതിൻ്റെ പ്രസക്തി ഏതാണ്ട് നഷ്ടപ്പെടുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കൗതുകകരമായ ഒരു കാഴ്ച കൂടി അവിടെ നടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് രസകരമായി തന്നെ കാത്തിരിക്കാം. നന്നായി മുറുകിയിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് വേദി. തുടർന്നുള്ള ദിവസങ്ങളിൽ കുറേ കൂടി രസകരമായ മാറ്റങ്ങളും നീക്കങ്ങളും ഒക്കെ ഉണ്ടാകും. പാർട്ടിയാണ് പ്രധാനം, എന്തു വന്നാലും പാർട്ടിക്കൊപ്പം എന്നെല്ലാം സോഷ്യൽ മീഡിയയിൽ വീറോടെ വാദിച്ചവർ മണിക്കൂർ തികയും മുമ്പ് കൊടി മാറ്റി പിടിക്കുന്നതൊക്കെ കാണുന്ന അന്താളിപ്പിലാണ് വോട്ടർമാർ. ആരൊക്കെ എവിടെയൊക്കെയാണെന്ന് നാളെ എവിടെ ഉണ്ടാകുമെന്നും പറയാനായിട്ടില്ല. സംസ്ഥാനത്ത് പല ഭാഗത്തു നിന്നും വരുന്ന വാർത്തകൾ ഈ വിധമാണെങ്കിലും രണ്ടും കൽപ്പിച്ച് തന്നെയാണ് മുന്നണികൾ പോർമുന കുറിപ്പിക്കുന്നത്. മുൻനിര നേതാക്കളെ തന്നെ പഞ്ചായത്ത് വാർഡിൽ വരെ പ്ലേസ് ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കർട്ടൻ റൈസറാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാരണം. 2015-ലും 2020-ലും തദ്ദേശത്തെ മിന്നുന്ന വിജയമാണ് തൊട്ടടുത്ത വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് സർക്കാരിന് നിലമൊരുക്കിയത്. 2010-ലെ തിരിച്ചടിയും മുന്നണിയുടെ മനസ്സിലുണ്ട്. സീറ്റിനായി നേതാക്കന്മാർ തമ്മിൽ കൈവച്ചെങ്കിലും തിരിച്ചടിയേറ്റാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആത്മവിശ്വാസത്തോടെ ഒരുങ്ങാനാവില്ലെന്ന ബോധ്യം UDF-നുമുണ്ട്. NDAയ്ക്കും ഇത്തവണ മാറ്റി തെളിയിക്കേണ്ടതുണ്ട്. കടുത്ത രാഷ്ട്രീയ പോരാട്ടം തന്നെയാകും ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കുക. പ്രചാരണ വിഷയങ്ങൾ മാറിമറിഞ്ഞേക്കാം. എങ്ങനെയാകും രാഷ്ട്രീയ കേരളം വിധി എഴുതുക എന്നുള്ള ആകാംക്ഷയിലാണ് RDX-ഉം